ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തുമ്പച്ചെറിയച്ഛൻ്റെ ഗാനമാണ്. ഇത്രയേറെ ദൈവകൃപ നിറഞ്ഞ നിമിഷങ്ങൾ അച്ഛനിലൂടെ ആയിരങ്ങൾക്ക് അഭിഷേകം ലഭിക്കുന്ന ധ്യാനം നടത്തുന്ന ബഹുമാനപ്പെട്ട ഷാജി തുമ്പച്ചെറിയച്ഛൻ നമുക്ക് കിട്ടിയത് ഏറെ ദൈവാനുഭവമാണ്. തീർച്ചയായിട്ടും അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ശബ്ദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന് രാത്രിയൊക്കെ ഉറക്കളിച്ച് പോകുന്നതാണ്, ക്ഷീണിതനാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടുകൂടി ഈ പ്രാർത്ഥിക്കുക. അച്ഛനോടൊപ്പം സഹകാർമ്മികനായിരിക്കുക നമ്മുടെ കുട്ടോടി സെന്റ് ആൻസ് പള്ളി വികാരി ഷാൻസി മുകളേലച്ഛന്, കണ്ണൂർ OSH ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ജോർജ് കുടുതലച്ഛന്, സെന്റ് മേരീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ഫാദർ ശിവൻ വാഴക്കാലയിൽ, നമ്മുടെ പ്രിൻസ് മുളകുമറ്റത്തിലച്ഛന് ട്രാൻസ്ഫറായി തിരികെ പോയതുകൊണ്ട് ജിനേഷ് മാക്കുടി അച്ഛന്, ഇവരെയാണ് നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മികരായി ലഭിച്ചിരിക്കുക. സഹോദരങ്ങളെ, കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും ഭൂമിയിൽ വർഷങ്ങൾ പിന്നിടുന്ന സകല സന്തോഷം അനുഭവിക്കുന്ന നിങ്ങളോടൊപ്പം ഈ പ്രിയപ്പെട്ട അഭിനേകികളോടൊപ്പം ഈ പരിശുദ്ധ കുർബാന ഈ റാസക്രമം അർപ്പിക്കാൻ കിട്ടിയത് ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, റാസ അല്പം ദീർഘമായ ശുശ്രൂഷയാണ്. അത് ആനന്ദകരമാകുന്നത് ഞങ്ങൾ 5 പേര് ശ്രമിക്കുമ്പോഴോ ഗായിക സംഘം ശ്രമിക്കുമ്പോഴോ അല്ല, പിന്നെയോ ദൈവജനവും പുരോഹിതരും ഒരുമിച്ച് നമ്മുടെ റാസയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മിഴിനീരോടെ അവർ യാചിക്കുന്നു, പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണമേ. അവിധത്തിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നാം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡൊമിനിക് അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം നിങ്ങളെല്ലാവരും ഒരുപാട്
ഒരുങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഒരു 3 തവണയെങ്കിലും എന്നോട് പറഞ്ഞു. ഒരു വികാരിയച്ഛൻ്റെ വായിൽ നിന്നും ജനത്തെക്കുറിച്ച് നല്ലത് കേട്ടിട്ട് ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു അതിഥിയെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സഹായിക്കണം. ഇന്നലെ എൻ്റെ ശബ്ദം പാടെ നഷ്ടപ്പെട്ടു പോയിട്ട് കാഞ്ഞിരപ്പള്ളി ഹൈറേഞ്ചിലെ ഒരു പള്ളിയിൽ ഞാൻ നക്ഷത്രവണ്ടി പോയതാണ്. അത്ര ശബ്ദം പോയി. ഇന്ന് ദൈവം ശബ്ദം തിരിച്ചു തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവജനമേ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാം മുഖത്തുള്ള പ്രകാശവും സത്യവും പ്രതീക്ഷയും തീക്ഷ്ണതയും സ്വർഗത്തിൻ്റെ വരാൻ പോകുന്ന മഹത്വമായി കാണുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെയും ഷമ്മാശനെയും സിസ്റ്റേഴ്സിനെയും ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തിരുനാൾ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഇവരെ ഞങ്ങൾ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവരങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷപ്രതി നിരന്തരമായി സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും രാജ പാടും
മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിന്റെയും ഉന്നതമായ ത്രോസിന്റെയും അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രൗര്യന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്പയന്മാർ പരിശുദ്ധരെന്ന് നിരന്തരം ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ ദൈവജനമേ, ശ്രീബാനുടൻ കൊടിയാണ് നെറുകയിൽ ശ്രീബാചിഹ്നം പതിച്ചാൽ സന്താനം നമ്മെ തൊടാൻ സാധിക്കില്ല. ക്രിസ്ത്യാനിയുടെ നെറുകയിൽ പ്രകാശഗോപുരമായി ദൈവം പതിപ്പിച്ച അത്യുന്നതവും ശക്തവും സാത്താനെ ഭയപ്പെടുത്തി അകറ്റുന്നതുമായ ശുദ്ധ ശ്രീബായുടെ മുദ്രയാൽ സഭ ഒരിക്കൽ കൂടി നിന്റെ നെറുകയിൽ മുത്തമിടുന്ന സുഗന്ധവും പരിശുദ്ധവുമായ മഹോന്നത നിമിഷമാണ്. നാഥനിൽ നിന്നും നമ്മുടെ ഹൃദയം ആനന്ദിക്കട്ടെ എന്ന് ഗായക ശുശ്രൂഷകരോട് ചേർന്ന് പാടി ആരാധിച്ച് മുമ്പോട്ട് വന്ന് ശ്ലീബാ നമുക്കെന്നും നന്മകളുടെ ഉറവിടമാണെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് കാർമ്മികർ നമ്മുടെ നെറുകയിൽ അണിക്കുന്ന ശ്ലീബായെ വലിയ ശക്തിയോടെ സ്വീകരിക്കുകയും കുടിയേറ്റത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ വിയർപ്പിലും കണ്ണുനീരിലും ഭാരങ്ങളിലും ഈ ശ്ലീബാ നമുക്ക് നൽകിയ വിജയത്തിന് സ്വർഗത്തിന് നന്ദി പറയുകയും ചെയ്യാം. ജനം മുഴുവനും ഗാനശുശ്രൂഷകളോടൊപ്പം പാടി പരിശുദ്ധ ശുശ്രൂഷയിലായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹകാർമ്മികൻ ശ്ലീബാ എടുത്ത് ആഘോഷപൂർവ്വം കാർമ്മികനെ ഏൽപ്പിക്കുന്നു. വൈദികരെല്ലാം ആദരവോടെ ശ്ലീബാ വണങ്ങുന്നു. തുടർന്ന് ആവേശത്തോടെ ദൈവജനം ശ്ലീബാ ഏറ്റുവാങ്ങുന്നു. മനോഹരമായ ശുശ്രൂഷയിൽ ഹൃദയം വെച്ച് നമുക്ക് നിൽക്കാം. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധയുമായ സർവേശ്വരായ നിത്യം. Oh
കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവ്വസർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയും നേരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഉയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ പാടിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. പരിപാവനനാം സർവ്വേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവ്വേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധരാമസുതരും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുവേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 17 വാക്യങ്ങൾ 14 മുതൽ. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യനെയും പ്രാശ്ചികനെയും ശ്രമിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കുകളാണ് നീ ശ്രവിക്കേണ്ടത്. ഹോരേബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം
ഒരിക്കലും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാജ്ഞെ ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ എന്നോട് പറഞ്ഞു. അന്ന് കർത്താവിനോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. യേശയ്യ പ്രവാചക പുസ്തകത്തിന്റെ വായന അധ്യായം 48 വാക്യങ്ങൾ 12 മുതൽ 20 വരെ. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലത്ത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവൻ എന്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കുന്നു. അവന്റെ കരങ്ങൾ കൽദയർക്ക് എതിരെ ഉയരും. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു, അവൻ തന്റെ മാർഗത്തിൽ മുന്നേറും. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എന്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദായയിൽ നിന്ന് പലായനം ചെയ്യുക. ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക. കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. സഹോദരങ്ങളെ, 19ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ പ്രകീർത്തനം സഭ എടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 19 പകലുകളോടും രാത്രിയോടും നിർത്തില്ലാതെ നിരന്തരം ദൈവത്തെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. ഉറക്കെ അവർക്ക് പറയാനും പാടാനും ചൊല്ലാനും ദൈവനാമ മഹത്വമേ ഉള്ളൂ. ദൈവജനമേ, വലിയ സന്തോഷത്തോടെ ആകാശത്തോടും ഭൂമിയോടുമൊപ്പം ആകാശം മുഴുവൻ ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. അമ്പരം അനവരതം പാടുകയാണ്. നമുക്കും ശുശ്രൂഷകരോടും കാർമ്മികരോടും എല്ലാം ചേർന്ന് ഉറക്കെ പരിശുദ്ധാത്മയോടൊപ്പം സെബസ്ത്യാനോസ് സഹദായോടൊപ്പം ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൽ നിർമ്മലമായ സ്മരണ
ദൈവവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞാലും മതി വരാതെ സഭ കൊതിയോടെ ദൈവജനത്തിന്റെ നടുവിൽ നിൽക്കുന്നു. ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷകരായ 2 പുരോഹിതർ വ്യാഖ്യാനാഗീതം അഥവാ തുർഗാമ പാടുമ്പോൾ സകലേശ്വരനായ ദൈവം എങ്ങനെയാണ് വചനമെന്ന മഹാസമ്പത്ത് ഒരുക്കിയത്, അതെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം ഒരിക്കൽ കൂടി സഭയുടെ നടുമുറ്റത്ത് കുർബാന പീഠത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധയോടെ 2 ചെവികളും തുറന്ന് കേൾക്കാം. നിഴലായ നിയമം, അർത്ഥമില്ലാത്ത നിയമം വിട്ട് ദൈവത്തിന്റെ നിയമമായ വചനം ശിരസിലറിയാൻ നമുക്ക് മുഴുവൻ മനസ്സോടെ വ്യാഖ്യാന ഗീതം കേൾക്കാം. എന്റെ സഹോദരന്റെ ഹെബ്രായർക്കുള്ള ലേഖനം 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ
കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ഹല്ലേലൂയ ഗീതം പാടി ദൈവജനത്തിന് വേണ്ടി കാർമിക മതബാലയിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും സഭസതിയോടുകൂടി വേദഗ്രന്ഥം ആരെഴുതി ആർക്കെഴുതി എന്നൊക്കെ ഈ കുർബാനയർപ്പണം പൂർണ്ണമാകാൻ വേണ്ടി പഠിപ്പിച്ചു തരികയാണ്. യൂദയ സഭയിൽ മത്തായി എഴുതിയെങ്കിൽ ലൂക്ക ആർക്ക് വേണ്ടി എഴുതി. ലോകം മുഴുവനും പോയി നീയും ഈ സുവിശേഷം പറയണം. സഭയുടെ കൊതിയോടുകൂടെ ഹൃദയം കൂപ്പിയിരിക്കാൻ പരിശുദ്ധ വചനത്തെക്കുറിച്ചുള്ള മഹാശുശ്രൂഷകൾ തുടരുകയാണ്. ദൈവജനം ഇരിക്കുകയാണ്. ഒടുവിൽ സുവിശേഷം എടുത്തുയർത്തും വരെ മതബഹയിലെ ശുശ്രൂഷകൾ കണ്ട് നമുക്ക് ധ്യാനിക്കാം. വേദഗ്രന്ഥം ശുശ്രൂഷകൾ മുത്തുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് വേദഗ്രന്ഥം മുത്താം. വിശ്വാസികളെ കേൾക്കുമെന്ന് ഗായക സംഘവും ശുശ്രൂഷകരും ഇടവിട്ട് പാടുമ്പോൾ കുളിരണിയുന്ന അനുഭവത്തോടുകൂടി വചനത്തിൻ്റെ പൊരുൾ നമുക്ക് ഉള്ളിൽ ഏറ്റുവാങ്ങാം. ഇരുന്നു കൊണ്ട് ശുശ്രൂഷകളിൽ ആയിരിക്കാം. സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ അങ്ങയെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവചനം ഞാൻ ആഗ്രഹിച്ചു. സുവിശേഷ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവര് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്
മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അവിടുത്തെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണോ ശിക്ഷാവിധി? വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ വെളിച്ചത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടി അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിൽ വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിലെന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഈശോയും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങയുടെ കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിലും കാരണമാകട്ടെ. കണ്ണുനീരിന്റെയും പോരാട്ടത്തിന്റെയും വിയർപ്പിന്റെയും വേദനയുടെയും വഴികളിലൂടെ മലയോരത്ത് വിസ്മയം തീർത്ത ഈ ജീവിതങ്ങളെ പ്രകാശത്തിന്റെ മണവറയിലേക്ക് സ്വീകരിക്കണമേ. പുത്രനും പരിശുദ്ധ മുഖയുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയപ്പെട്ടവരെ, ഒറ്റയടിക്ക് ഒരർത്ഥവുമില്ലാത്ത ചില കർമ്മങ്ങളാണ് നാം ഇപ്പോൾ കാണാൻ പോകുന്നത്. ആർച്ചുഡീക്കൻ ശ്ലീബ എടുത്ത് കാർമ്മികനെ ഏൽപ്പിക്കുന്നു. കാർമ്മികൻ അത് ഒന്നാം ശുശ്രൂഷയും ആർച്ചുഡീക്കൻ വീണ്ടും സുവിശേഷ ഗ്രന്ഥം ആദരവോടെ എടുത്ത് കാർമ്മികനെ ഭരമേൽപ്പിക്കുന്നു. അദ്ദേഹം അത് രണ്ടാം ശുശ്രൂഷയും ഏൽപ്പിക്കുന്നു. ഒന്നും രണ്ടും ശുശ്രൂഷ ശ്ലീബായും വേദഗ്രന്ഥവും പിടിച്ച് മധുബഹയിൽ ചെന്ന് മുഖാമുഖം നിൽക്കുന്നു. വേദഗ്രന്ഥത്തിന് ശ്ലീബായിക്ക് വേദഗ്രന്ഥത്തോടുള്ള ബന്ധം സഭയെ പ്രഘോഷിക്കുന്നു. നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരു കൈയിൽ ശ്ലീബായും മറുകയിൽ വേദഗ്രന്ഥവും മാത്രമേ ഉള്ളൂ എന്ന് നമ്മോട് കർത്താവ് പറയുന്നു. നിങ്ങളുടെ കാര്യപ്രാപ്തിയും അധ്വാനശീലവും പൊരുവയിലൊക്കെ വെറുതെയാണ്. കർത്താവിന്റെ കൃപയാണ് എൻ്റെ ആശ്രയം. വേദഗ്രന്ഥവും ശ്ലീബായും ഖാം പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാർമ്മികർ ശുശ്രൂഷകൾ നിൽക്കുന്നു. തുടർന്ന് താഴേക്ക് കാർമ്മികർ ഇറങ്ങി വന്ന് സഹകാർമ്മികരോടൊപ്പം നിലവിളിയോടുകൂടി നിന്റെ ജനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് പാവനമാക്കണമേ, 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 പുണ്യപ്പെടുത്തണമേ എന്ന് വീണും കിടന്നും കരഞ്ഞും വട്ടം ചുറ്റിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യമായി ഇറങ്ങി വരുന്ന ഈ ഒന്നാം എപ്പിക്ലേസിസിലേക്ക് ഊഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവജനമേ, ആർക്കും കൃപ നഷ്ടപ്പെടാതിരിക്കാൻ
നമുക്ക് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരങ്ങൾക്ക് യോഗ്യനായ തലവരിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വവും സഹിതവുമായ സഭയുടെ കർമ്മങ്ങളെ വലം കൈനീട്ടണമേ. അങ്ങയുടെ അഭിഷേകത്തിൽ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത പരിശുദ്ധ കത്തോലിക്ക സഭ അത് അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസാരവും ബലഹീനരുമായ ഞങ്ങളെ അവിടുന്ന് കരുണയാൽ ദൈവത്താൽ യോഗ്യരാക്കി അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യുന്നതായിരുന്നു. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ വേണ്ട വിധം പ്രീതിപ്പെടുത്തുവാനും ഞങ്ങളെ നിർദ്ദേശിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവ്വേശ്വരായ ദൈവമേ, മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്പഷ്ടത്തിൽ
വിളിച്ചപേക്ഷിക്കുന്ന രാസയുടെ പ്രത്യേക ശുശ്രൂഷയിൽ വീണ്ടും സഭ കരഞ്ഞ് നിലവിളിക്കുന്നു. കരുണാമയനായ കർത്താവേ, ശിഷ്യഗണത്തിന് നീ നൽകിയ വാഗ്ദാനം അപരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ തരണമേ എന്ന് ആവർത്തിച്ച് ശുശ്രൂഷകർ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് കണ്ടാലും ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾക്കത് സംശയമാണോ? ആവർത്തിച്ച് യാചിച്ചും ആവർത്തിച്ച് മിശിഹായുടെ പ്രബോധനം കേട്ടും കാർമ്മികരും ശുശ്രൂഷകരും ചുവട് വെച്ച് അടുത്തു വന്ന് ജനത്തിൻ്റെ നടുവിൽ പിരിച്ചിരിക്കുന്ന ശ്ലീവാപുതപ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി എഴുന്നള്ളി വരുന്ന ഈ സമയത്ത് ഭയഭക്തികളോടെ നമുക്ക് വ്യാപരിക്കാം. വസിച്ചതുപോ ഞങ്ങൾ
വസിക്കണമേ നിൻ കൃപയെന്നും ചിന്തനമേ. കണ്ടാലും ഞാൻ ആളും ലോകാന്ത്യം വരെയെന്നും നിങ്ങളോടൊത്ത് വസിച്ചിടും, നിങ്ങളോടൊത്ത് വസിച്ചിടും. കർത്താവേ നീ എന്നാളും സ്ത്രീകളോടൊത്ത് വസിച്ചതുപോൽ ഞങ്ങളോടൊത്ത് വസിക്കണമേ നിൻ കൃപയെന്നും ചിന്തണമേ. ശുശ്രൂഷ സ്വീകരിച്ചിട്ട് സന്നദ്ധപരങ്ങളും കൊണ്ട് അവിടുന്ന് നമ്മെ അലങ്കരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കാക്കയം അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രം അതിൽ തന്നെ പ്രധാനപ്പെട്ടതല്ല എങ്കിലും സഭയുടെ ഐക്യം സ്നേഹവും സൂചിപ്പിക്കാൻ കാക്കയം അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ ഒരറ്റം അതിൻ്റെ സ്ലീവ എല്ലാവരും ചുംബിച്ച് സഭയുടെ ഐക്യത്തെ പ്രകടമാക്കുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥലത്തിലെ നാഥനായ ദൈവം നല്ല കൃപാകരത്താൽ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. കുർബാനയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കും. കുർബാനയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. സഭ നമ്മളോട് പറയുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മൾ ഏതാനും വൈദികരും സന്യസ്തരും ദൈവജനവും മാത്രമല്ല, അല്ല ദൈവാംബികയായ കന്യാമറിയം, ജ്ഞാനസാക്ഷി സെബസ്ത്യാനോസ്, മാർത്തോമാസ്ലീഹ, മാറിയോസ്, ഇവരെല്ലാവരും നമ്മെക്കാളും ഭക്തിയോടെ ഈ കുർബാനയിൽ ഉണ്ടെന്ന് നിങ്ങളാരും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഉരുകുന്ന മെഴുതിരി പോലെ മറിയത്തിൻ്റെ കൈപിടിച്ച് അവളെ ഓർത്ത് മറിയത്തോടും യോസേഫ് പിതാവിനോടും സെബസ്ത്യാനോസിനോടും നമ്മുടെ സഭയ്ക്ക് പൂർവ്വപിതാവായ കാനായിലെ വന്യ തോമസിനോട് ചേർന്ന് ഉന്നത ദൈവമഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ദിവ്യ
Deva
എന്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി വൃത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്കുന്നത് പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരം രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അവിടെ കാരുണ്യാഗ്രഹത്താക്കി അവ നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും അനന്തപുത്ര വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുരം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും വൈവിധ്യമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാണെന്ന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരപ്പെടുത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമേ. സമാധാനത്തോടുകൂടി ഉയർത്തപ്പെടട്ടെ. ഭൂമിയിൽ ആരും നിൽക്കരുത്. ഭൂമിയിൽ ആരും വയ്ക്കരുത്. കണ്ണീരിന്റെയും വേദനയുടെയും ഈ മണ്ണിൽ നിന്നും ഉയരങ്ങളിലേക്ക് വഴിയുയർത്തി നമുക്കായിരിക്കാം. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് ഒരളവുമില്ലാത്ത കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനെ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമാകുന്ന വചനമാകുന്ന ദൈവത്തെ അടിയങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശുദ്ധിയാക്കി ദാസനാഥൻ സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള വൃത്തിയുമായ ആത്മാവോടും പ്രത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായ ജാതനായി നിയമത്തിന് അധീനരായ ഞങ്ങൾ ഗ്രഹിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് കർത്താവ് സംസാരിച്ച ഏതാണ്ട് അതേ ഭാഷയിൽ യേശു കർത്താവ് നിങ്ങളുടെ അടുത്ത് വന്ന് അന്ത്യകാലം സ്ഥാപിച്ച് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. Dagala paikumon, mes kasere, sukana,
Uya